നീ എന്തിനാ ശ്രീകുട്ടിയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഇത്ര ഉത്സാഹം കാണിച്ചത്? അവളെ കൊലയ്ക്ക് കൊടുക്കാനല്ലേ നീ അങ്ങനെ ഒരു നേർച്ച നടത്തിയത്? അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ ഞാൻ എങ്ങനെ പറയണം? അവളെ സന്തോഷിപ്പിക്കാനാണോ നീ ഇതൊക്കെ ചെയ്തത്? നിന്നെ ജീവന തുല്യം സ്നേഹിച്ച എന്റെ മകൾക്ക് നീ നല്ല ബർത്ത്ഡേ സമ്മാനം കൊടുത്ത് പാതി ശവമാക്കിയില്ലേ? എന്നിട്ട് അവരുടെ മരണവാർത്ത കേൾക്കാൻ ഒരു ശവന്തീനിയെ പോലെ ഇവിടെ വന്ന് കാത്തു നിൽക്കുന്നു. നിന്നെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയാൻ എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്കതിന് കഴിയുന്നില്ല. എടി, കാലിന് പോലും വേണ്ടാത്ത ജന്മമാണ് നിന്റേത്. അല്ലെങ്കിൽ നീ എന്ന് തീരേണ്ടതായിരുന്നു. എന്താങ്ങളെ, എന്താ സ്വാതിക്ക് പറ്റിയത്? നമ്മുടെ എല്ലാ പ്രതീക്ഷകളും തകർത്തു കളഞ്ഞു മോനെ. എന്റെ കുഞ്ഞിന്റെ ജീവന് വേണ്ടി ഒടുവിൽ മംഗലശ്ശേരിയിലേക്ക് തന്നെ കൊലയാളി എത്തി. മംഗലശ്ശേരിയിലേക്കോ? അങ്കിൾ? അതെ, അങ്ങനൊരു അപകടം ആരും പ്രതീക്ഷിച്ചില്ല. ഇൻജെക്ട് ചെയ്ത വിഷം ഏതാണെന്ന് അറിയില്ല സഞ്ജു. അത് ഏതാണെന്ന് മനസ്സിലായാൽ പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഏതോ ഒരാളെ ഡോക്ടറാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നപ്പോ നിങ്ങളൊക്കെ അയാളെ വിശ്വസിച്ചോ? ഔട്ടിങ്ങിന് പോകാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോ ശ്രീകുട്ടിയെ വന്ന് നോക്കാൻ ഡോക്ടറോട് പറയാമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? പക്ഷേ ഞാൻ ഡോക്ടറെ വിളിച്ചിട്ടില്ല. സ്വാതിക്കൊന്ന് സുഖമാവട്ടെ എന്ന് കരുതി മാറ്റി വെച്ചതാ. ഡോക്ടർ രാമോഹന്റെ ജൂനിയർ ആണെന്ന് പറഞ്ഞ അയാൾ വന്നത്. ഡിസ്ചാർജിന് ശേഷം ഡോക്ടർ വീട്ടിൽ കാണാൻ വന്നപ്പോ ജൂനിയറിന് എന്ത് ആവശ്യമുണ്ടായാലും വീട്ടിലേക്ക് അയക്കാമെന്ന് അയാൾ പറഞ്ഞത്. എല്ലാം കൂടി ഒത്തുവന്നപ്പോ എങ്ങനെ സംശയിക്കാനാ? അയാള് റൂമിലേക്ക് വരുമ്പോ സ്വാതിയുടെ കൂടെ ആരാ ഉണ്ടായിരുന്നേ? അവളുടെ കൂടെ ആരായിരുന്നു എന്ന് പ്രത്യേകം പറയണം. ദേ, അവിടെ എവിടെ ഇരിപ്പുണ്ട്. ഡോക്ടർ എന്താ പറഞ്ഞേ? ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. അത് എത്രത്തോളം സക്സസ് ആവുന്നു ഡോക്ടർ ഉറപ്പ് പറയുന്നില്ല. പോയിസൺ ഏതാണെന്നറിയാൻ കുറെ സമയമെടുക്കും. എന്ത് ചെയ്യുന്ന ഒരു രൂപവും ഇല്ല. കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം തരാവോ? അമ്മു, വേഗം കുറച്ച് ചൂടുവെള്ളം കൊണ്ടോ. ജീവിതത്തിലേക്ക് അവൾ തിരിച്ചു വരുമ്പോ തന്നെ എല്ലാം തകർത്ത് കളഞ്ഞല്ലോ.
അവളെ നീ നോക്കുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പോയത്. സ്വാതിയുടെ കാര്യത്തില് ആരെക്കാളും എനിക്ക് നിന്നെ വിശ്വാസമായിരുന്നു. ആ വിശ്വാസം നീ അവളെയും കൊണ്ട് പ്രഭയങ്കൾ ചന്ദ്രകാന്തത്തിലേക്ക് പോകാനിരുന്നത്. നിന്നെ ഓർത്ത് മാത്രം പ്രഭയങ്ങളുടെ മനസ്സ് മാറ്റി സ്വാതി മംഗലശ്ശേരിയിലേക്ക് കൊണ്ടുവന്നത്. പോകാൻ നേരം നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ലക്ഷ്മി, നീ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവണം. എന്ത് ചെറിയ ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. സ്വാതിയെ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടാവും. ദൈവത്തെക്കാൾ അവൾക്ക് വിശ്വാസമായിരുന്നു നിന്നെ. എന്നിട്ടും നിനക്ക് അവളെ രക്ഷിക്കാനായില്ല. ശത്രു എവിടെയും കയറി വരുമെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയല്ലോ. എന്റെ ചേച്ചിക്ക് വിധി വരുത്തി വെച്ചത് ഞാൻ തന്നെ. മഹാഭാവിയായി പോയി ഞാൻ. ദൈവം പോലും എന്നെ കൈവിട്ട് കളഞ്ഞു. അറിഞ്ഞു വെച്ചോണ്ട് നിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും വരില്ല എന്ന് എനിക്കറിയാം. എങ്കിലും അയാൾ ശരിക്കും ഡോക്ടർ തന്നെയാണോന്ന് ചോദിച്ചറിയാൻ നീ ശ്രമിക്കണമായിരുന്നു. സ്വാതിയെ വിട്ട് നീ എങ്ങോട്ടും പോകാൻ പാടില്ലായിരുന്നു. എന്റെ വേദന കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ ചേച്ചി, ഞാൻ തന്നെ കാരണക്കാരി. അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചില്ല. സ്വാതിക്ക് വേണ്ടി ഞാൻ വാങ്ങിയ ബർത്ത്ഡേ ഗിഫ്റ്റാ ഇത്. അവളുടെ വിരലിൽ അണിയിക്കുന്ന നിമിഷം ഓർത്തു വരികയായിരുന്നു ഞാൻ. ഇതിനെ നിന്റെ കൈ തന്നെ ഇരിക്കട്ടെ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവുമെങ്കിൽ എനിക്കിത് അവളുടെ വിരലിൽ അണിയാനാവും. ഒരിക്കലും എനിക്ക് അവളെ നഷ്ടാവൂന്ന് കരുതിയത് നീ തന്നെയാ. അപ്പൊ എനിക്ക് അവളെ തിരിച്ചു പിടിച്ചു തന്നത്. പക്ഷെ വീണ്ടും നിന്റെ ചേച്ചിക്ക് വേണ്ടി നീ ആഘോഷിച്ച ബർത്ത്ഡേ എല്ലാവർക്കും വേദന ഉണ്ടാക്കി അവസാനിച്ചു. എന്തിനായിരുന്നു ആ ബർത്ത്ഡേ എന്ന് പോലും ഞാൻ മനസ്സിലാക്കാതെ പോയി. ഇതിനുള്ളില് എന്റെ ചേച്ചിയുടെ ജീവന. ഒരു വിധിക്ക് ഞാൻ എന്റെ ചേച്ചിയെ വിട്ടുകൊടുക്കില്ല. എന്റെ പെരുവണ്ണാപുരത്ത് അമ്മയുടെ മുന്നില് വെച്ച് യാചിക്കുകയാണ്. എനിക്ക് എന്റെ ചേച്ചിയെ തിരിച്ചു തരണം. എനിക്ക് എന്റെ ചേച്ചിയെ തിരിച്ചു കിട്ടും. സിദ്ധിമുത്തശ്ശി വിശ്വസിക്കുന്ന പോലെ പെരുവണ്ണാപുരത്ത് അമ്മയുടെ മോളാണ് ലച്ചു എങ്കിൽ എന്റെ ചേച്ചി ചിരിയോടെ എന്റെ കൺമുന്നിൽ വന്ന് നിൽക്കുന്നത് എനിക്ക് കണ്ണെറിയെ കാണാൻ കഴിയും.
ഇഞ്ചക്ഷൻ എടുക്കാൻ വരട്ടെ. ഞങ്ങൾ രാമോഹൻ സാറിനെ വിളിച്ച് കൺഫേം ചെയ്യട്ടെ. ശരി, എന്റെ ട്രീറ്റ്മെന്റ് വിശ്വാസമില്ലെങ്കിൽ ഞാൻ പോയേക്കാം. ഡോക്ടർ രാമോഹൻ തന്നെ വരട്ടെ. എന്താ അമ്മു? എനിക്ക് ഇപ്പൊ തന്നെ വീട് വരെ ഒന്ന് പോണം. ദിനേശേട്ടൻ എന്റെ കൂടെ വരണം. നീ കാര്യം എന്താന്ന് വെച്ചാ പറ അമ്മു. ആ ബോട്ടിൽ ചേച്ചിയുടെ റൂമിൽ എവിടെയോ വീണ് കിടപ്പുണ്ടെന്ന് എന്റെ മനസ്സിലൊരു തോന്നല്. അല്ല, അത് അവിടെ തന്നെയുണ്ട്. ഞാൻ അവിടെ എല്ലാം അരിച്ചു പറക്കി നോക്കിയതാ അമ്മു. അയാൾ അതുമായിട്ട് ഓടിപ്പോയെന്നല്ലേ നീ പറഞ്ഞത്? ഞാൻ അയാളുടെ കൈ കയറി പിടിച്ചു. അയാളുടെ കയ്യിൽ സിറിഞ്ച് ഉണ്ടായിരുന്നു. അത് അയാൾ കൊണ്ടുപോയി. ബോട്ടിൽ ഞാൻ കണ്ടില്ല. അമ്മൂന് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ കൂടെ പോവാൻ സഞ്ജു. പോയിസന്റെ ആ ബോട്ടിൽ കിട്ടിയാ നമ്മൾ ജയിച്ചു. അല്ലെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ട. അങ്ങളെ ഇവിടെയും കൂട്ടി വീട്ടിലേക്ക് വിട്ടോ. അമ്മു വാ. നീ എല്ലായിടത്തും നോക്കിയില്ലടാ. റൂമിലും മുറ്റത്തൊക്കെ ഞാൻ തരഞ്ഞു. ഇവിടെ വന്നിട്ട് കാവേരി അപ്പച്ചയും കൊണ്ട് നോക്കിപ്പിച്ചു. ഇതൊക്കെ അമ്മുന്റെ മനസ്സിന്റെ തോന്നല. അമ്മൂനെ എങ്ങനെ ഇവിടെ നിന്ന് ഒഴിവാക്കാന്ന് കരുതി നിന്നതാ ഞാൻ. ഡോക്ടർ, ആ ബോട്ടിൽ കണ്ടെത്താൻ കഴിഞ്ഞോ? ഇല്ല ഡോക്ടർ. റൂം മുഴുവൻ പരിശോധിച്ചു. വീടിന്റെ പരിസരവും സെർച്ച് ചെയ്തു. പേഷ്യന്റിന്റെ നില വഷളായിക്കൊണ്ടിരിക്കുക. കൊടുത്ത മെഡിസിനൊന്നും റിയാക്ട് ചെയ്യുന്നില്ല. ലാബ് റിപ്പോർട്ട് കിട്ടാൻ രാത്രിയോ? അതുവരെ ഈ സ്റ്റേജ് മുന്നോട്ട് പോകുന്ന പ്രതീക്ഷയില്ല. ഡോക്ടർ, പേഷ്യന്റിന്റെ പേരൻസ് എവിടെ? ഇവിടെ ഉണ്ട്. അച്ഛനോട് മാത്രമായിട്ടൊന്ന് പറഞ്ഞേക്ക്. സഞ്ജു, സഞ്ജു, സച്ചിക്കും അർച്ചനയ്ക്കും മുൻപേ ആണല്ലോ നമ്മൾ എത്തിയത്. ഏയ്, സച്ചി ഇന്ന് സദ്യ ഇവിടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനിന്ന് മറ്റെന്തോ പ്രോഗ്രാം ഉണ്ട്. സഞ്ജുവിനെ ഫോണിൽ കിട്ടില്ലെന്ന് എന്നോട് പറഞ്ഞതാ. ഞാൻ വിളിച്ചിട്ടും സഞ്ജുവിനെ കിട്ടിയില്ല. പുറത്ത് സഞ്ജുവിന്റെ കാറൊന്നും കാണുന്നില്ല. അകത്തൊന്നും ആരുമുള്ള ലക്ഷണവും ഇല്ല. ചെന്ന് കോളിംഗ് ബെല്ലടിക്കും. അവൻ എന്തെങ്കിലും ആവശ്യമായിട്ട് പുറത്തു പോയി കാണും. എന്താ സഞ്ജന, വാതിൽ തുറക്കുന്നില്ലേ? മനു, ഇവിടെ ആരുമില്ല. ആരും ഇല്ലെന്നോ? നമ്മൾ ഇന്നലെ രാത്രി 12 മണി അടുപ്പിച്ചല്ലേ ഇവിടെ നിന്ന് പോയത്? ആ, എല്ലാരും കൂടെ ചിലപ്പം ക്ഷേത്രത്തിൽ പോയതായിരിക്കും. എന്താങ്ങളെ, അമ്മ എന്തിനാ കരഞ്ഞോണ്ട് പോയത്? മനു, ശ്രീകുട്ടി ഹോസ്പിറ്റലാ. അയ്യോ, പെട്ടെന്ന് അവൾക്ക് എന്താ പറ്റിയത്? സഞ്ജുവിനെ ഞാൻ വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തില്ല. ഞങ്ങൾ പോയ ശേഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? രാവിലെ വരെ അവൾക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. വീണ്ടും അവൾക്ക് നേരെ മർഡർ അറ്റംപ്റ്റ് ഉണ്ടായി.
ഓ മൈ ഗോഡ്, ഇവിടെ വെച്ചോ? അങ്കിൾ എന്തായി പറയുന്നേ? ഇവിടെ കയറുന്ന ഒരാളെ സ്വാതിയെ കൊല്ലാൻ നോക്കിന്നോ? നിങ്ങൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ലേ? വന്നത് ജൂനിയർ ഡോക്ടറുടെ വേഷത്തിലായിരുന്നു. സ്വാതിയെ നോക്കാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വരുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആരും സംശയിച്ചില്ല. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഞങ്ങളൊന്ന് പറ. അയാൾ ഇഞ്ചക്ട് ചെയ്ത് പോയിസൺ ആയിരുന്നു. അമ്മൂന് എന്തോ സംശയം തോന്നിയതുകൊണ്ട് അയാൾക്ക് മുഴുവൻ കുത്തിവെക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അപകടകരമായ വിഷം ശരീരത്തിൽ കയറിയിട്ടുണ്ട്. ദിനേശേട്ടാ, ആ വാതിലൊന്ന് തുറന്നതാ. ലോക്ക് കുരുങ്ങിയിരിക്ക. ചെല്ല്. നിനക്കിപ്പോ സന്തോഷായല്ലോ. എന്റെ ചേച്ചി ബോധമില്ലാതെ ഐസിയു കിടക്കുന്ന നിന്റെ മോഹം സാധിച്ചു തരാൻ ഞാൻ എന്റെ ചേച്ചിയെ മരണത്തിന് വിട്ടു കൊടുക്കില്ലടി. സഞ്ജൻ എന്തേന്ന് അമ്മ പറയുന്നേ? ഇവൾ ഇന്നലെ രാത്രി മുഴുവൻ നമുക്കൊപ്പം ഉണ്ടായിരുന്നില്ലേ? ഇവൾക്കിതിൽ പങ്കുണ്ടെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ എന്റെ ചേച്ചി ഇല്ലാതാവാൻ ഇവൾ ആഗ്രഹിക്കുന്നുണ്ട്. കതിർ മണ്ഡപത്തിലേക്കുള്ള നിന്റെ സ്വപ്നം അമ്മു ജീവിച്ചിരിക്കുമ്പോ നടക്കില്ലടി. നീ ഏത് കോടീശ്വരന്റെ മോളാണെങ്കിലും നിന്റെ മുന്നിൽ തടസ്സമായിട്ട് ഞാനുണ്ടാവും. അമ്മോ, വാതിൽ തുറന്നു. കേറി വാ. ഇവൾക്ക് മുഴുത്ത ഭ്രാന്താ മനു. എടി, എന്തിനവള് നിന്നെ പഴി പറയണം? എനിക്കതാ മനസ്സിലാവത്തെ. പഴങ്കഥകളൊക്കെ സ്വാതി അവളോട് വിളമ്പിയിട്ടുണ്ട്. അതിന്റെ പക അവൾ എന്നോട് കാണിക്കുന്നേ. സ്വാതിക്ക് വീണ്ടും ഇങ്ങനൊരവസ്ഥ വന്നല്ലോ സഞ്ജന, അതും ബർത്ത്ഡേ അന്ന്. നീ വാ, നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം. ഞാൻ വന്നേനെ മനു, പക്ഷെ എന്റെ മനസ്സ് ഡിസ്റ്റർബ്ഡാ. ഇനി അവിടെ വന്ന് നിൽക്കാൻ എനിക്ക് കഴിയില്ല. മനു എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോ. എനിക്കൊന്ന് കരയണം. മോളെ, കിട്ടിയോ? ഇല്ല ദിനേശേട്ടാ. എല്ലായിടത്തും നോക്കിയോ? ആ നോക്കി. ബെഡിനടി നോക്കിയോ? ഇല്ല, നോക്കിയില്ല.